അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ആഫ്റ്റർ 2 ഇയേഴ്സ് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അക്സെഞ്ചറിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഫ്രണ്ടാണ്. ഇപ്പോൾ ഞാൻ ജോബ് മാറി, അവളും ജോബ് മാറി. അപ്പോൾ ബാംഗ്ലൂർ ആയാലും നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ സംഭവമൊന്നും കിട്ടിയിട്ടില്ല. അവൾ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവൾ തിരക്കായിരിക്കും. മോസ്റ്റ്ലി അവളാട്ടെ എന്നെ വിളിക്കാറ്, ഞാൻ വിളിക്കാറേ ഇല്ല. പാവമാണ്. പിന്നെ ജെന്യൂനായിട്ടൊരു ഫ്രണ്ടിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗ്യം ചെയ്യണമല്ലോ. അപ്പോൾ അത്രയും ജെന്യൂനാണ് അവൾ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ 2 ഇയേഴ്സ് കഴിഞ്ഞ് അവളെ മീറ്റ് ചെയ്യാൻ പോവാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവൾ വീട്ടിലോട്ടാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് തിരിച്ച് വരാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു മിഡിലിൽ പോയി മീറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ തീരുമാനം. ബിക്കോസ് എപ്പോഴും മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ഫ്ലോപ്പ് ആവുക ചെയ്യുക. അപ്പോൾ ഇന്ന് എന്തായാലും മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ള വീഡിയോസും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ച ഒരു പോയിന്റ്, അതായത് മിഡ് പോയിന്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയിരുന്നു. അവൾ വീട്ടിലോട്ടാണ് വിളിച്ചത്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകാൻ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോസിൽ. ഇത് കിഡും പിന്നെ സിസ്റ്ററുമാണ്. എപ്പോഴും എന്നെ ഫോൺ വിളിച്ച് പറയൂ കേട്ടോ, എപ്പോഴാണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഏട്ടനെയാണ് കേട്ടോ നല്ല കാര്യം. ഏട്ടനെ എപ്പോഴും ചോദിക്കും. അപ്പോൾ അന്ന് ഏട്ടന് വരാൻ പറ്റിയില്ല, സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ മാത്രമാണ് പോയത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ഏട്ടൻ എവിടെ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ കുറേ ഗോസിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിലോട്ട് കയറി. അതായത് സെക്കൻഡ് സ്റ്റഡ്, പിന്നെ നോസ് റിങ്സ്, നോസ് പിൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള കടയാണ് കേട്ടോ. അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം തള്ളി നിൽക്കും, അങ്ങനത്തെ സംഭവമുള്ള ഒരു ഷോപ്പാണ്. കൊമേഴ്ഷ്യലാണ്. ഇത് ഞാൻ എന്തായാലും വീഡിയോ ഇടാം. അങ്ങനെ നമ്മൾ ഇപ്പോഴും വർത്താനൊന്നും നിർത്തിയിട്ടില്ല. ഇപ്പോഴും എന്തൊക്കെയോ കുറിച്ച് സംസാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബുഗാട്ടി പിയേഴ്സിങ്. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്തു അവിടെ വെച്ച്. അവളുടെ കൈയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് അവൾ ഇല്ലാണ്ടാക്കുമായിരുന്നു. നല്ല അടിപൊളി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്ത് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് വന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ പർച്ചേസ് ചെയ്തു. ഒരുപാട് ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരുപാട് നാളത്തെ ശേഷം കാണുമ്പോൾ അതിൻ്റെതായ കുറേ റിമെമ്പറൻസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവില്ല. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ക്ലിപ്സ് കുറേ മിസ്സായിപ്പോയി. ഒരുപാട് നല്ല നല്ല ക്ലിപ്സ് ഉണ്ടായിരുന്നു. മോളാണെങ്കിലും ഒരുപാട് ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.